പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ MLA ഇലക്ഷൻ എന്നൊക്കെ ഉണ്ട്. ഇന്ന് സ്കൂട്ടനിങ്ങാണ്. എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ശങ്കരനാരായണൻ, നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, 15 വർഷം മെമ്പറായി 15 വർഷം തോറ്റു. 15 വർഷം തോറ്റതെന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. എല്ലാവരും എപ്പോഴും ജയിക്കേണ്ടതാണ്, പക്ഷേ ശ്രദ്ധക്കുറവ്. ഇവിടെ കാര്യം ശ്രദ്ധക്കുറവ് പറഞ്ഞാൽ പാർട്ടിക്കാരുടെ ഒരു പിന്തിരിപ്പൻ നയമാണ്. ഇപ്പോൾ നമ്മൾ മറ്റേ ജയിച്ച് വന്നാൽ വലുതും കൊടുക്കേണ്ടി വരുമോ പറഞ്ഞില്ലേ. നേരത്തെ 3 പ്രാവശ്യം ജയിച്ചിട്ട് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി തരാത്ത ആളുകളാണ് നമ്മുടെ പാർട്ടിക്കാർ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ പാർട്ടി വിട്ടു എന്നുള്ളതല്ല, ഒരുപാട് അട്ടഹാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അട്ടഹാസങ്ങൾ പറയുമ്പോൾ പാർട്ടിക്ക് ആത്മാർത്ഥമായി പണിയെടുത്തവനൊന്നും പുറത്ത്, എന്നും പുറത്ത്. പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും കഷ്ടപ്പെടുന്നവർ പുറത്ത്. പാർട്ടിയിൽ പിന്നെ കുറച്ച് കാശ് ഉണ്ടെങ്കിൽ കാശുണ്ടാക്കി അഴിമതി ചെയ്ത് കാശുണ്ടാക്കിയവരെ അകത്ത്. ഇതാണ് സ്ഥിതി. ഇത് മാറണം. ഈ സമൂഹത്തിൽ ഇത് മാറണം. ഇത് മാറ്റിയെടുക്കാൻ സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് പറയണം. വല്ലങ്ങി വിത്തനശ്ശേരി ബാങ്ക്, സർവീസ് സഹകരണ ബാങ്കിൽ, കോപ്പറേറ്റീവ് ബാങ്കിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് വയ്ക്കാതെ പല പ്രാവശ്യം CPM-ഉം നമ്മുടെ കോൺഗ്രസിൻ്റെ പാർട്ടിയും കൂടി അഡ്ജസ്റ്റ്മെൻറ്റാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത്? സത്യസന്ധമായ അഡ്ജസ്റ്റ്മെൻറ്റ്. അതിന് ഹൈക്കോടതി കേസിന് പോയി ഒരു വർഷം നിന്നു. 1400 ചില്ലാനം വോട്ട് പിടിച്ചു. CPM-ൻ്റെ 4000 ചില്ലാനം വോട്ടിന് അവർ ജയിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് പഠിച്ച ഞാനാണ്. 9 അംഗ കമ്മിറ്റി, അല്ല 11 അംഗ കമ്മിറ്റിയിൽ. ആ വോട്ട് പഠിച്ച എൻ്റെ പുറകിലാണ് മറ്റുള്ള കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പിന്നെ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് വയ്ക്കുക പറഞ്ഞാൽ ഇപ്പോൾ CPM ഭരിക്കുന്നവിടെ കോൺഗ്രസ്സുകാർ പോകാൻ പാടില്ല, കോൺഗ്രസ് ഭരിക്കുന്നവിടെ CPM പോകാൻ പാടില്ല. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. തിരുവഴിയാട് ബാങ്ക്, പല ബാങ്കുകളും, അയിലൂർ സഹകരണ ബാങ്ക്, നെന്മാറ ബാങ്ക്, ഇവിടുത്തെ നിയമമണ്ഡലത്തിലെ പല ബാങ്കുകളും CPM-ഉം കോൺഗ്രസും കൂടി അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയല്ല, ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയി അവിടെ അഴിമതി നടത്തി. വല്ലങ്ങി വിത്തനശ്ശേരി ബാങ്കിൽ CPM-ൻ്റെ സഹാക്കൾ, കുട്ടി സഹാക്കൾ. എങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരു ആധാരത്തിൽ 5 സെൻറ്റുള്ള ആധാരത്തിൽ 36 ആൾക്ക് ഒരു 35 ലക്ഷം രൂപ വെച്ചിട്ട് കൊടുത്തു. ഈ 35 ലക്ഷം വെച്ച് കൊടുത്തത് 10-30 ആൾക്കാണ്. അപ്പോൾ 8-9 കോടി രൂപ അഴിമതി നടത്തി. ആ അഴിമതിയിൽ ഹൈക്കോടതി പോയി കേസ് കണ്ടെത്തി. അത് കേസ് കണ്ടെത്തി അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കണം പറഞ്ഞിട്ട് ഇനിയും സഖാക്കൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഇതാണ് ഒരു തെറ്റായ കീഴ്വഴക്കം. ഇതൊക്കെ മാറ്റിയെടുത്ത് ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് ശങ്കരനാരായണൻ എന്ന ആൾ. ഇപ്പോൾ തുടങ്ങിയല്ല. ഈ പിന്നെ ഇവിടുന്ന് നെല്ലിച്ചോട് സൊസൈറ്റി വേണമെന്ന് പറഞ്ഞ സമയം പോലെ തുടങ്ങിയതാണ്. അപ്പോൾ ഇത് ഒരു തെറ്റായ കീഴ്വഴക്കം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ നടപടി അവസാനിപ്പിച്ച് സത്യസന്ധമായിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്നവരെ അംഗീകരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിന് CPM പോകാൻ പാടില്ല, ഇവിടെ കോൺഗ്രസും പോകാൻ പാടില്ല. അവർ ഭരിക്കുന്നവർ അവർ തന്നെ ഭരിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്ത് ചെയ്യും? സാധാരണക്കാരായ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റൊക്കെ വിഡ്ഢി സ്വർഗത്തിൽ. അതാണ് സത്യം. ഈ സത്യൻ എന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. സത്യൻ അറിയാം നിങ്ങൾക്ക്? സത്യൻ എന്ന മഹാൻ മരിച്ചപ്പോൾ സത്യം പോയി, നാട്ടിൽ സത്യം പോയി. പ്രേമനസീർ എന്ന് പറയുന്ന ആൾ മരിച്ചു, നാട്ടിലെ പ്രേമം പോയി. പ്രേമം പറഞ്ഞാൽ സ്നേഹിക്കുക പറഞ്ഞാൽ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു സംവിധാനം ഇല്ലാതായി. പിന്നെ ജയൻ മരിച്ചു, പരാജയമായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ മാറ്റിയെടുത്ത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ TV-യോ മൊബൈലോ ലാപ്ടോപ്പോ ആയിരിക്കും. നാളെയാണ് ചിഹ്നം കിട്ടണം. വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കും. ഈ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പൊളിച്ച് ഇവിടെ യഥാർത്ഥ പാർട്ടി പ്രവർത്തനം നടത്തുന്നവരെ അംഗീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.